CISF ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സ്വകാര്യ കമ്പനി ജീവനക്കാരൻ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശി അഭിഷേക് സിംഗ് ആണ് മരിച്ചത്. 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു ആത്മഹത്യ. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശിയായ അഭിഷേക് സിംഗ് ആണ് കബളിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. ചെന്നൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഭിഷേക് മംഗളൂരുവിലെ ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ജീവനൊടുക്കും മുമ്പ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അയാൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലൂടെയാണ് ആത്മഹത്യയുടെ കാരണം ലോകം അറിഞ്ഞത്. असिस्टेंट कमांडेंट है CISF में अहमदाबाद में ये पोस्टेड है. अभी RTC अराकोनम में CISF की फ्लैग रेजिंग डे के लिए आई हुई है. इस लड़की ने मतलब कि 1.5 साल पहले मुलाकात हुई मेरी इससे, और ये जाट है, और उसके बाद से फिर मेरी बातचीत इससे चालू हुई, और इसने मतलब कि लड़की थी, अच्छी थी, सुंदर थी, पावरफुल पोजीशन में थी, मुझे अच्छी लगी. मैंने चेहरा भी नहीं देखा था इसका, तभी मैंने इसे प्रपोज कर दिया. और बात बढ़ते बढ़ते यहाँ तक आई कि ये सब कुछ कर ली. उस वक्त तक मुझे मालूम नहीं था कि ये शादीशुदा है और ये एक बच्चे की माँ है, एक लड़की की माँ है. इसने अब ऐसे मोड़ पे लेकर आकर के खड़ा कर दिया है कि अब बेकार है जीना. इसके पति से मैं जब जाना तो ज़बरदस्ती आज मैंने बात किया है. इसका नंबर आज मांगते मांगते कल रात से आज ज़बरदस्ती मैंने इससे बात की. जब मैंने इसे धमकी दिया कि भाई तू मुझे मतलब कि अगर बचना है तो मुझे मतलब कि 4 लाख दे दे, नहीं तो तेरे कंपनी में कंप्लेन कर दूंगा, तेरे इसमें कर दूंगा. താൻ സ്നേഹിച്ചിരുന്ന യുവതി തന്നോട് പ്രണയം നടിക്കുകയായിരുന്നുവെന്നും താൻ കബളിക്കപ്പെട്ടുവെന്നുമാണ് അഭിഷേക് പറയുന്നത്. CISFൽ അസിസ്റ്റന്റ് കമാൻഡറായി ജോലി ചെയ്യുന്ന യുവതി വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ച് ബന്ധം സ്ഥാപിച്ചുവെന്നും ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും മാനസിക പീഡനമേൽപ്പിച്ചുവെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു. 8 ലക്ഷം രൂപ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ തന്നിൽ നിന്ന് യുവതി തട്ടിയെടുത്തെന്നും മറ്റ് പലരുമായും സമാന തരത്തിൽ അവർക്ക് ബന്ധമുണ്ടെന്നും ആരോപിച്ച ശേഷമാണ് അഭിഷേക് ജീവനൊടുക്കുന്നത്. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളും ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. യുവതിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അഭിഷേക് മാനസികമായി തകർന്നുവെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.